ഞാൻ ഇന്നത്തെ സമ്മേളനത്തിൽ നമ്മൾ ഇതുവരെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വിജിലൻസിന് പരാതി നൽകി. വിജിലൻസിൻ്റെ പരാതി എടുക്കാതെ വന്ന പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതിയിലെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ അഡോപ്റ്റ് ചെയ്ത ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് നിങ്ങളെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഇനിയിപ്പോൾ ഇതെന്താണ് അവസാനിപ്പിച്ചത്, എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടാതെ കഴിഞ്ഞ ദിവസം കോടതിയിലുണ്ടായ റിപ്പോർട്ടിങ്ങിൽ പലപ്പോഴും നിങ്ങൾ തന്നെ വേണ്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തെളിവ് കൊടുത്തില്ല, കോടതി തെളിവ് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ പക്കലുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള എവിഡൻസറി വാല്യൂള്ള ഇതെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇത് പബ്ലിക്കായിട്ടൊന്ന് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളന നിലയ്ക്ക് ഇവിടെ നടത്തേണ്ടി വരുന്നത്. ഞാൻ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസിന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ലീഗൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകണം, പണം റിസീവ് ചെയ്തിട്ടുണ്ടാകണം എന്നതാണ് നമ്പർ 1. നമ്പർ 2, ആ പണം റിസീവ് ചെയ്തതിന് എന്തെങ്കിലും ഫേവർ മറ്റ് പണം നൽകിയ കക്ഷിക്ക് നൽകിയിട്ടുണ്ടാകണം എന്നതാണ് ആ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഉന്നയിച്ചത് 3 കാര്യങ്ങളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം, മുഖ്യമന്ത്രി നിലയിലുള്ള സ്വാധീനം CMR കമ്പനിക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയന് പണം നൽകിയെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ. അതുകൂടാതെ ആരും ഡിനൈ ചെയ്യാത്ത അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പിണറായി വിജയൻ്റെ മകൾക്ക് കമ്പനി നേരിട്ട് നൽകിയ പണം സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവർ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഫേവർ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം UDF സർക്കാരിൻ്റെ കാലത്ത് ഈ കമ്പനിക്ക് 4 ലീസ് അനുവദിക്കുകയും 10 ദിവസം കഴിഞ്ഞ് ആ ലീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ആ ലീസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നീണ്ട ഒരുപക്ഷെ ഒരു 10-12 വർഷക്കാലം കമ്പനി ലീഗലായിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ വിധി വരികയും എന്നിട്ടും സർക്കാരുകൾ അപ്പീൽ പോയി സുപ്രീം കോടതി അവസാനം പരിഗണിക്കുകയും സുപ്രീം കോടതിയിൽ വിധി വരുമ്പോൾ സർക്കാരിന് കേരള ഹൈക്കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരവസരം സുപ്രീം കോടതി വിധി നൽകുകയും ചെയ്തു. അപ്പോൾ UDF LDF സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കുന്നില്ല, എന്ത് വില കൊടുത്തു, അതിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വരെ പോയത്. അപ്പോൾ സുപ്രീം കോടതി വിധിയിലാണ് ആദ്യമായിട്ട് അനുകൂലമായിട്ടൊരു അവസരം കേരള ഗവൺമെൻറ് കിട്ടിയത്. ബൈ ദ ടൈം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. അതിന് ആ സമയത്ത് 2016 ശേഷം അവരിറക്കിയ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ, വ്യവസായ നയത്തിൽ ഖനനം പൊതുമേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഡോക്യുമെൻ്റ് അങ്ങനെ അവസാനിക്കുന്നു. മലയാളം ഡോക്യുമെൻറ്റിൽ എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതായിരിക്കും എന്നൊരു വാചകം എഴുതി ചേർത്ത്. അത് ഈ വിധി അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് CMRന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ ലീവ് ചെയ്യാണ്. അതിനുശേഷം ഈ ലീസ് അവർക്ക് അനുകൂലമായി നൽകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ 2019
ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻ്റാണ് X1 എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് 14/3/2019 the order to prematurely terminate all existing mineral concession of beads and minerals held by the private person companies under section 4A1 of the Mines and Minerals Development Regulation 57 is enclosed for further necessary action by the state government. അതായത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സ്വകാര്യ മൈനിങ് ലീസും ഈ കരിമണലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബീറ്റ്സ് ആൻഡ് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മൈനിങ് ലീസും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് 2019 ഒരു ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിനുമുണ്ട്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അതിന്മേലുള്ള നടപടികൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കാരണം ലീസ് ഗ്രാൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്, റെക്കമെൻഡ് ചെയ്യുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഗ്രാൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് ലീസ് ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ഒപ്പീനിയനും എല്ലാ കേസും പൊസിഷനും എല്ലാം പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് X2 ഡോക്യുമെൻ്റ് ഒരു 12/4/2019 ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ തന്നിട്ടുണ്ട്. 12/4/2019 മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഗവൺമെൻറ്റിനോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരാണ് അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഗവൺമെൻറ്റിന് വേണ്ടി ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ മതി, പെട്ടെന്ന് നമുക്ക് സമയം കളയാതിരിക്കാൻ വേണ്ടി. Such government shall hold more than 70% of share capital. As the KREML does not satisfy these conditions, 4 leases granted to KREML wide order 6 cited above may be terminated at the earliest. അതായത് എത്രയും പെട്ടെന്ന് ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം ഒപ്പീനിയൻ വാങ്ങിയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവർക്ക് അയക്കുക. ഇവർക്ക് അയച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നടക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇനി ഗവൺമെൻറ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യണം. ഈ 4 ലീസ് എന്ന് പറഞ്ഞാൽ hundreds of crores വർത്താണ്, thousands of crores വർത്ത്, ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ thousands of crores വർത്തുള്ള 4 ലീസാണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കി സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിന്മേൽ ഈ റെക്കമെൻഡേഷൻ ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് അയച്ചിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് ഒരു ക്രൂഷ്യൽ ഡോക്യുമെൻ്റാണ്. അതിൻ്റെ അകത്ത് ഡയറക്ടർ മൈനിങ് ആൻഡ് ജിയോളജിയോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഈ റെക്കമെൻഡേഷൻ വന്നതിന് ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറോട് ഒരു റിപ്പോർട്ട് ചോദിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ വേണമെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. As instructed in the meeting held, I hope you have the paper with you. This one, this single paper. As instructed in the meeting held today, I am forwarding a brief note on granting of mining lease to mine beads and minerals to Ms. Kerala Rare Earths Minerals Limited in the wake of the recent amendments in Atomic Mineral Construction of 2016 and in the wake of the directives issued by Ministry of Mines to terminate all beads and minerals mine lease held by the private parties. അത് സംബന്ധിച്ച് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ സെക്രട്ടറി 2 അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പേന കൊണ്ട് റിട്ടേൺ മാർക്കിംഗ് അതിൻ്റെ എത്തും, നമുക്ക് കയ്യിലുണ്ടല്ലോ അല്ലേ. അതിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: പ്ലീസ് പ്രോസസ് ദിസ്. We may need in principle approval before seeking law vetting. ലോ ഡിപ്പാർട്ട്മെന്റ് അയക്കുന്നതിന് മുമ്പ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. CM is reviewing this on 4/9/2019. Let's be ready with the PPT. അതായത് നമുക്ക് മനസ്സിലാവുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഈ 4 ലീസുകൾ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ച്, മുഖ്യമന്ത്രിയുടെ വകുപ്പല്ല, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് നാച്ചുറൽ കോഴ്സിൽ ഒരു ഫയൽ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ ക്യാൻസൽ ചെയ്താൽ അതവിടെ അവസാനിക്കുകയാണ്. ഇതാണ് സാധാരണയുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചുവെന്നും മുഖ്യമന്ത്രി റിവ്യൂ ചെയ്യുന്നുവെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ ഫയല് ടെർമിനേറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു *4 ഇട്ടൊരു ഡോക്യുമെന്റ്, ഇതാണ് സർക്കുലേഷൻ നോട്ട് എന്ന് പറഞ്ഞു. ഈ സർക്കുലേഷൻ നോട്ട് ഇന്റേണലി അവർ സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതിൻ്റെ 441 പാരാ 441 അതിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള കാര്യം പറയുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. It may again be noted that Ministry of Mines letter dated 19/3/2019 directed the state governments to prematurely terminate all existing mineral concessions of beads and minerals held by private persons companies as per the provisions of section 4A1 and 4A3 of MMDR Act 1957. Now the LD which is Law Department has advised to prematurely release the mining leases granted to KREML. However, as per the decision number 7 taken in the meeting chaired by Honorable CM on 5/9/2019, it was decided to sought legal opinion from Advocate General regarding the judgment of Honorable Apex Court dated 8/4/2016. ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് യോഗത്തിൻ്റെ 7ാം നമ്പർ തീരുമാനപ്രകാരം ഈ ഇതിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പീനിയൻ അയക്കാൻ പറയുകയും അങ്ങനെ ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് 2019 നടന്ന ഈ പ്രോസസ്സ് ലീസ് 2019 ടെർമിനേറ്റ് ചെയ്തില്ല, 20 ടെർമിനേറ്റ് ചെയ്തില്ല, 21 ടെർമിനേറ്റ് ചെയ്തില്ല, 22 ടെർമിനേറ്റ് ചെയ്തില്ല, 23, 24 ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഗവൺമെൻറ് ഈ KREMLന്റെ മൈനിങ് ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാർജ് കേസ് നമ്പർ 1, അതായത് KREMLന് അനുവദിച്ചിരുന്ന മൈനിങ് ലീസ് സേവ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന ആ പദവിയിലെ അധികാരം ഉപയോഗിച്ച് നേരിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകി ആ തീരുമാനം അല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഹോൾഡ് ചെയ്ത് ഈ 2024 വരെ 24 ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കേസ് ഈ ടെർമിനേഷൻ ഉണ്ടായിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലം അത്രയും ഈ CMRL അടക്കമുള്ള മൈനിങ് കമ്പനികൾ കേന്ദ്രത്തിൽ ഈ നിയമം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസ് ലോബിങ് നടക്കുകയാണ്. ഒരുപക്ഷെ ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മാറിയെന്ന് വരാം. ഇത് മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഈ പ്രൈവറ്റ് പാർട്ടീസിനെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലീസ് വീണ്ടും ആക്റ്റീവായി കൊണ്ടുവരാൻ പറ്റുക. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത് ഹോൾഡ് ചെയ്തത്. സെക്രട്ടറിക്ക് കുറവ് കൊടുത്താൽ കുഴപ്പമില്ല. ഇതാണ് കേസ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇനി ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 24 ഹെക്ടർ സ്ഥലം അവിടെ വാങ്ങിയിരുന്നു. 24 ഹെക്ടർ സ്ഥലം വാങ്ങിയത് ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ട് 15 ഏക്കറിന് മുകളിൽ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചാണ് 50 ഏക്കറിന് അധികം 15 ഏക്കർ ഹോൾഡ് ചെയ്യാൻ പാടില്ലാതിരിക്കുകയാണ് 50 ഏക്കറിലധികം ഭൂമി ഇവർ ഹോൾഡ് ചെയ്തിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യണം. കാരണം നമ്മൾ അതിൽ അളവിൽ കൂടുതൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ആ പ്രോസസ്സ് ഇവർ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഇവർക്കെതിരെ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്ത് LC കേസ് രജിസ്റ്റർ ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം ആരംഭിച്ച സമയത്ത് ആദ്യം ഇവർക്ക് മൈനിങ് പ്രോജക്റ്റ് തുടങ്ങാനുള്ള ഇൻഡസ്ട്രിയൽ സാങ്ഷനാണ് വേണ്ടതെന്നും അതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ് എന്നും പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പരിഗണിച്ച് തള്ളിക്കളയുകയും ചെയ്തു. കാരണം അവർക്ക് മൈനിങ്ങിനുള്ള യാതൊരു പെർമിഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൈനിങ്ങിനുള്ള പെർമിഷൻ കിട്ടാത്ത നിലയ്ക്ക് അവരെ തള്ളിക്കളഞ്ഞു. അവരെ തള്ളിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് ആ ഡോക്യുമെന്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടാവർത്തി ഇവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ ഡോക്യുമെന്റ് സർക്കുലേറ്റ് ചെയ്യണം. ഭൂപരിധി ഇളവ് നൽകുന്നതിനുള്ള
അപേക്ഷ പിണറായി വിജയന് നൽകുകയും പിണറായി വിജയൻ അതിൻ്റെ അകത്ത് വേണ്ട നടപടിക്കായി താഴത്തെ കുറിച്ചതിന് ശേഷം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 2 വട്ടം ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്തു. അതായത് ഭൂപരിധി ഇളവ് നൽകാൻ കഴിയില്ല എന്നും ആ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിന് ശേഷം അവർക്ക് വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് സമർപ്പിക്കണമെങ്കിലാവാം എന്ന് പറഞ്ഞ് ഒരവസരം അവർക്ക് കൊടുക്കുകയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ആലപ്പുഴ ജില്ലാ കളക്ടറായി 3/3/2022 രേണു രാജ് നിയമിക്കപ്പെട്ടു. ആ രേണു രാജ് 3/3/2022 കളക്ടറായി നിയമിതയായതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇവര് പുതിയ അപേക്ഷ പരിഗണനയ്ക്ക് വരികയും ആദ്യം മൈനിങ് പർപ്പസിന് വേണ്ടി വാങ്ങിയ ഭൂമിയാണെന്നും മൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് സമർപ്പിച്ച അപേക്ഷ തള്ളിയതിന് പിന്നാലെ ഇത് ടൂറിസം പർപ്പസിനാണ് എന്ന് പറഞ്ഞ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന് KSIDCയും അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട KSID അവരുടെ പെർവ്യൂവിൽ കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ജില്ലാ സമിതി 5/6/2022 ജില്ലാ സമിതി കൂടി. ആ ജില്ലാ സമിതി കൂടി വിചിത്രമായ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട്. ആ ഓർഡറിന്റെ കോപ്പി ഞാനിപ്പോൾ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് കോടതി പ്രൊഡ്യൂസ് ചെയ്ത രേഖയാണ്. അതായത് ആ ഭൂപരിഷ്കരണ നിയമത്തിന് ഇളവ് ചോദിച്ചുകൊണ്ട് രണ്ടാമത് കൊടുത്ത അപേക്ഷയിന്മേൽ വളരെ വിചിത്രമായിട്ട്, അതായത് സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു അപേക്ഷയിൽ അനുകൂലമായ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അനുമതികളും കിട്ടിയിരിക്കണമെന്നുണ്ട്. എല്ലാ അനുമതികളും ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരനുമതികളും കിട്ടിയിട്ടില്ല എന്നും സമ്പാദിച്ചിട്ടില്ല എന്നും അതിൻ്റെ അകത്ത് തന്നെ ആ രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിരുന്ന KSIDCയുടെ പ്രതിനിധി പറഞ്ഞു, ഇത് ഈ ജില്ലയ്ക്ക് വളരെ ഗുണകരമായ പ്രോജക്റ്റാണ്, ഇത് നമുക്ക് പരിഗണിക്കാവുന്ന പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ഈ രേണുരാജ് കളക്ടറായിരുന്ന സമയത്ത് അവർ നിയമിതയായത് 3/3/2022 അതിനുശേഷം 5/6/2022 അത് പാസ്സാക്കി ഏകദേശം 2 മാസം കഴിയുമ്പോൾ 26/7/2022 ഈ രേണുരാജിന്റെ ഭർത്താവായ ശ്രീറാം വെങ്കിട്ടരാമനെ വളരെ വിവാദമായി നിന്നിരുന്ന സമയത്ത്, വളരെ കോൺട്രവേഴ്സ്യലായി നിന്നിരുന്ന സമയത്ത് ശ്രീറാം വെങ്കിട്ടരാമനെ 26/7/2022 ആലപ്പുഴയിൽ കളക്ടറായി നിയമിക്കുകയാണ്. പിന്നെ അത് വലിയ വിവാദമായി മാറിയതുകൊണ്ട് 2/8/22 ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇപ്പോഴും ആ ഭൂമിക്ക് ഇളവ് നൽകണമെന്ന ശുപാർശ ജില്ലാ സമിതിയുടെ ശുപാർശ ഇപ്പോഴും CMRL കമ്പനിക്ക് അനുകൂലമായി നിലനിൽക്കുകയാണ്. എന്നാൽ മുകളിലേക്ക് ലാൻഡ് ബോർഡിലേക്ക് അത് അയക്കുകയും ഗവൺമെന്റ് പരിശോധിച്ച് ഈ ശുപാർശ തെറ്റാണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം ഒരു ഫ്ലിംസി ഗ്രൗണ്ടിൽ, അതായത് അവർക്കെതിരെ നിലവിലൊരു കേസുണ്ട് എന്നതുകൊണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേസുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ നിരസിക്കുകയും അതിനെതിരെ അവർ ഹൈക്കോടതി പോയി. ആര് കണ്ടാലും അറിയും, ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. കാരണം അവരൊരു ഫ്ലിംസി ഗ്രൗണ്ടിലുള്ള ഒരു ഓർഡർ പാസ്സാക്കിയാൽ അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്താൽ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്നും ഇളവ് കിട്ടുന്നതിന് വേണ്ടി ഉള്ള ശുപാർശ നടപ്പിലാക്കാൻ ഹ്രസ്വമായ കാലഘട്ടത്തിലേക്ക് ഒരു കളക്ടർ വരികയും ആദ്യത്തെ പ്രോജക്റ്റ് മാറ്റി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ശ്രീ മുഹമ്മദ് റിയാസ് അടക്കം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ വിചിത്രമായ രീതിയിൽ ഭൂപരിധിയിൽ ഇളവ് CMRL നൽകണമെന്ന് പറഞ്ഞുള്ള ഓർഡർ ജില്ലാ സമിതി പാസ്സാക്കി. ഇപ്പോഴും ആ ഓർഡർ നിലനിൽക്കുകയാണ്. ആ ഓർഡർ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഞാൻ ആ ഓർഡറിന്റെ പകർപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മൂന്നാമത് എന്ന് പറയുന്നത് CMRL എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് അവർക്ക് ഇലിമിനേറ്റ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇലിമിനേറ്റ് ഏറ്റവും വില കുറഞ്ഞ നിലയ്ക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇലിമിനേറ്റിന് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട്
അതിനു വേണ്ടിയിട്ട് ഇവര് പലപ്പോഴും പിണറായി വിജയൻ തന്നെ നേരിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയും അവിടുത്തെ ട്രേഡ് യൂണിയൻകാരെല്ലാം ചേർന്ന് ഞങ്ങളുടെ കമ്പനിയുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്നും ആ നിലനിൽപ്പ് അപകടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പനി പ്രവർത്തിക്കാൻ വേണ്ട എലിമിനേറ്റ് കിട്ടുന്നതിന്, ഡൊമസ്റ്റിക്കായി കിട്ടുന്നതിന് പ്രാദേശികമായി ഞങ്ങളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടങ്ങളും വലിയ ഉണ്ടാകുന്നു, അതുകൊണ്ട് കമ്പനിക്ക് എലിമിനേറ്റ് കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ അപേക്ഷ കൊടുത്തതിന് ശേഷം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ എന്ന അധികാരം ഉപയോഗിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണല് നീക്കം ചെയ്യണമെന്ന തീരുമാനം, അതായത് ആദ്യം ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിക്കുന്നതും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കളക്ടർ വഴി ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് തീരുമാനിക്കുകയും മണ്ണിന് CMRലും KMMലും പറഞ്ഞ വില തന്നെ തീരുമാനിച്ചു. എത്ര വില എന്ത് വാല്യൂ ഉണ്ടെന്ന് അസസ് ചെയ്യാതെ അവർ പറഞ്ഞ വിലയ്ക്ക് ആ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിക്കും. അതിനുള്ള ഒരു എഗ്രിമെന്റ് ഒപ്പിടുകയും ആ എഗ്രിമെന്റിന്റെ കോപ്പിയും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെന്റിന്റെ ഒരു അവസാനത്തെ ഒരു പാരഗ്രാഫിൽ അവരെഴുതിയിരിക്കുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വെള്ളം സുഗമമായി ഒഴുകി പോകുന്നതിനാണ് എന്നാണ് എൻ്റെ പറഞ്ഞു വരുന്നതെങ്കിലും ആ ഓർഡറിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുകയാണ്, ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് നെസസറി എഗ്രിമെന്റ് വിത്ത് ദ PSU മെൻഷൻഡ് അബൌട്ട് ആൻഡ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിംഗ് ദ ഇംപെൻഡിംഗ് മൺസൂൺ സോ ആസ് ടു അലൗ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ പൊടിമൗത്ത്. അതായത് എപ്പോഴെങ്കിലും കള്ളി വെളിച്ചത്താവെന്ന് പറഞ്ഞ പോലെ ആ എഗ്രിമെന്റിന്റെ 8ാമത്തെ ക്ലോസിൽ പറയുകയാണ്, മഴ വന്ന് ആ മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് PSUവിനോട് യുദ്ധകാല അടിസ്ഥാനത്തിൽ വേഗം അർജന്റ് ആക്ഷൻ എടുത്ത് ആ മണ്ണ് എടുക്കണമെന്ന്. അപ്പോൾ ഈ എൻറ്റയർ പ്രോസസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരം ഉപയോഗിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് ഈ ഇലിമിനേറ്റ് അവൈലബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് തെളിയിക്കുന്ന ഈ രേഖയും ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ എല്ലാ രേഖകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു ലേഖൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കാര്യത്തിൽ സംഭരിക്കാൻ കഴിയുന്ന രേഖകളും തെളിവുകളും 100% വ്യക്തതയോടുകൂടി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ആർഗ്യുമെന്റ് നോട്ടും വളരെ ഡീറ്റെയിൽ ആയി നൽകിയിട്ടുണ്ട്. അതായത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പണം വാങ്ങി എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട്. അത് എസ്റ്റാബ്ലിഷ്ഡ് അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന പീരീഡിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഈ കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ഈ കമ്പനിയുടെ ലീസ് സംരക്ഷിക്കാനും ഈ കമ്പനിയുടെ ഭൂപരിധിയുടെ ഇളവ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ഈ കമ്പനി പ്രവർത്തിക്കുന്നതിന് ഇലിമിനേറ്റ് എന്ന റോ മെറ്റീരിയൽ വിലക്കുറവിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വെളിച്ചത്തിൽ ഇറക്കിയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ഏർപ്പെട്ട എഗ്രിമെന്റും ആ എഗ്രിമെന്റിൽ തന്നെ വെള്ളം ഒഴുകി പോകുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ വെള്ളം ഒഴുകി മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ മണ്ണെടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന രേഖ അടക്കം, അതായത് ആ എൻറ്റയർ പ്രോസസ്സിന്റെ താല്പര്യം മണ്ണെടുക്കുക എന്നതായിരുന്നു എന്ന് തെളിയിക്കുന്ന ഇത്രയും രേഖകൾ. ഇനി ഇതിനോടനുബന്ധിച്ച് മറ്റ് അനുബന്ധ രേഖകളുണ്ട്. ഞാൻ ഏറ്റവും കോറായിട്ടുള്ള ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇനി ബാക്കിയുള്ള അഴിമതി നമുക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റിലെ ഫയലുകളും മറ്റ് നടപടിക്രമങ്ങളും മിനിറ്റ്സുകളും എല്ലാം കോടതിയിൽ വിളിച്ചു വരുത്തി കോടതിയിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പലപ്പോഴും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി മാസപ്പടിയുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയില്ല എന്നുകൂടി അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മുഴുവൻ പബ്ലിക്കിന് വേണ്ടിയിട്ട്, കാരണം പൊതുജനം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ ഞാൻ ആദ്യം തുടക്കം മുതൽ ഒരു കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായ
ഒരു പോരാട്ടത്തിന് ഞാൻ മുന്നോട്ട് പോകും. എത്രമേൽ സമ്മർദ്ദങ്ങളുണ്ടായാലും, എത്ര ചലഞ്ചസ് ഉണ്ടായാലും, എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. ഐ ബിലീവ് ഒരു ലേമാൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെക്കൊണ്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു ഫൈറ്റാണ്, ഒരു ലീഗൽ കോഴ്സ് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തത്. ഇത്രയും രേഖകൾ കോടതിയിൽ ഹാജരാക്കി ഇത് സംബന്ധിച്ച ആർഗ്യുമെന്റ് നോട്ടും ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. നൗ വി വിൽ വെയിറ്റ് ഫോർ ദ ഔട്ട്കം ഓഫ് ദ. ഈ 4-5 രേഖകളാണല്ലോ കോടതിയിൽ കൊടുത്തത്. അതിൽ നിന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത രേഖ പെട്ടെന്ന് നോക്കിയെന്ന് മനസ്സിലായ കാര്യം, ഒന്ന്, കേന്ദ്ര സർക്കാർ ഈ സ്വകാര്യ മൈനിങ് പാട്ടക്കരാറുകളെല്ലാം റദ്ദാക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശത്തെ ഉത്തരവ്. 2, KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ നൽകിയ ഉത്തരവ്. 3, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്. അല്ല, അത് കത്തല്ല, അത് അതിൽ റദ്ദാക്കണം തന്നെ അത് പറഞ്ഞു. മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ റദ്ദാക്കണം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത്. പിന്നെ അനുമതി നൽകണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് KREML അതായത് കർത്ത നൽകിയ അപേക്ഷ. അനുമതി നൽകണം അപേക്ഷ. വേറൊരെണ്ണം, ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സർക്കുലേഷൻ നോട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് എന്താണ്? ആ സർക്കുലേഷൻ നോട്ടില് ഈ പേജ് നമ്പർ ഈ 441 എടുക്കാം. പാര 441. You got it? 441 എല്ലാം വായിക്കണ്ട. Towards the half. Now the LD has advised to prematurely release the mining lease granted to KREML. Right. However, as per decision number 7 taken in the meeting chaired by the Honorable CM on 5/9/2019, it was decided to sought legal opinion from Advocate General regarding the judgment of Honorable Apex Court dated 8/4/2016. അതായത് ലോ ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് ടെർമിനേറ്റ് ചെയ്തില്ല എന്ന് കാണിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം 7 പ്രകാരം അഡ്വക്കേറ്റ് ജനറൽ അയക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യാതെ അത് സ്റ്റോപ്പായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖ പ്രൊഡ്യൂസ്. ലീഗൽ ഒപ്പീനിയൻ എടുത്ത് 2019 മുതൽ 24 വരെ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. യു ആർ റൈറ്റ്. That is case number 1. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി വിധി. 2019 അതിന്റെ വെളിച്ചത്തില് ആ ലീസിന്റെ ടെർമിനേഷൻ സ്റ്റോപ്പ് ചെയ്തു. അതിന്റെ കോൺസിക്വൻസ് മനസ്സിലായി. അത് ഞാൻ ഈ കേസ് ഫയൽ ചെയ്യുന്നവരെ, വിജിലൻസ് കേസ് ഫയൽ ചെയ്യുന്നതുവരെ ഈ ലീസ് ടെർമിനേറ്റ് ചെയ്തില്ല. ദാറ്റ്സ് ദ ഫേവർ നമ്പർ 1 ബൈ CM ഫോർ ദിസ് കമ്പനി. Is it clear? Oh, good. അല്ല, that's up to the court. I mean, ഇതിനെ പറഞ്ഞ ഇനിയിപ്പോൾ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കോടതിയാണ്. കോർട്ട് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞ ഇത് മാധ്യമപ്രവർത്തകർ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ, കോടതിയിൽ വേണ്ട തെളിവുകൾ എത്തിയിട്ടില്ല. സോ നാച്ചുറലി I need to be transparent. കോടതി വിശ്വാസം 100% വിശ്വാസം. കഴിഞ്ഞ തവണ കോടതിയിൽ കുറച്ച് രേഖകൾ ഈ അവസാന ഘട്ടം ഇന്ന് വിധി പറയുന്നതിന് വെക്കുന്നതിന് മുമ്പ് കുറച്ച് രേഖകൾ മറ്റിന്റെ അഭിഭാഷകൻ നൽകിയിരുന്നു. ആ സമയത്ത് ഈ രേഖകളോട് സമർപ്പിച്ചിരുന്നുവെങ്കിൽ അതിവേഗം മുഖ്യമന്ത്രിയും മകളും ഒക്കെ നടത്തി കൊള്ളയത്തായ്മയ്ക്ക് ഒരു കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാവില്ല. ഇങ്ങനെ വച്ച് നീട്ടി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഞാനിത് ഒരു കേസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ ഡോക്യുമെന്റ്സിലും എവിഡൻസിലൊക്കെയാണ്. അതിൻ്റെതായ ഒരു വ്യവസ്ഥാപിതമായ രീതിയാണ്, അതിനൊരു സ്ട്രാറ്റജിയാണ്. കാരണം കൗണ്ടർ ആർഗ്യുമെന്റ്സ് നോക്കി അവർക്ക് ഇനി എന്താണ് പറയാം, അവർക്ക് പറയാനുള്ളവർ പറഞ്ഞല്ലോ, അവരുടെ ഡിഫൻസ് കഴിഞ്ഞ തവണ വന്നല്ലോ. സോ നൗ വി വിൽ പ്രൊഡ്യൂസ്. അത് പുള്ളി ചോദിച്ച പോലെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് CMന്റെ ഇന്റർവെൻഷൻ ചോദിച്ചില്ലേ, ഇതിൻ്റെ അകത്ത് എന്താണ്, വാട്ട് ഈസ് ദർ ഇൻ ദ സർക്കുലേഷൻ ഓർഡർ. സോ ദിസ് ഈസ് ഹൗ വി പ്രൂവ് ദ കേസസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെന്ന് കൂട്ടിയാണ്. രേഖകളെല്ലാം ഹാജരാക്കിയതിനു ശേഷം അടുത്ത കൗണ്ടർ സമർപ്പിക്കുകയല്ലേ വേണ്ടത്? ഓരോ രേഖകളും കോടതി ആവശ്യപ്പെടാൻ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കോടതി ആവശ്യപ്പെടാം. കോടതി സാധാരണ അതൊരു നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല.
കോടതി ഒരു കക്ഷിയോടും രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടില്ല. കോടതിയുടെ മുമ്പിൽ വന്ന രേഖകളെ സംബന്ധിച്ച് കോടതി അഭിപ്രായം പറയും. അപ്പോൾ കോടതിക്ക് മോർ കൺവിൻസിംഗ് ആയിട്ട് അല്ലെങ്കിൽ കോടതി ഏതെങ്കിലും സംശയങ്ങൾ ഉന്നയിച്ചാൽ അതുകൂടി ദൂരീകരിക്കുന്ന രേഖകൾ നമ്മുടെ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിനകത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറിൽ നിന്ന് പോയ ഒരു കത്തുണ്ടല്ലോ. ആ കത്തിനകത്ത് ഒരു നോട്ടിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. ആ നോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കേസിന് സഹായകമാകുന്നത്? അത് മുകളിൽ എഴുതിയേക്കണ വായിച്ചില്ലേ? അതിൻ്റെ നോട്ട് സൂചകനുണ്ടോ? ഒന്ന് വായിക്കാമോ? ഒന്ന് വായിക്കാം. Can you just read? Please process this. We may need in principle approval before seeking law vetting. CM is reviewing this on 4/9/2019. Let's be ready with the PPT. So CM in the department alla. Industries department is not held by the CM. He himself has taken interest and he himself is reviewing the file. Why? സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ട വിഷയത്തിൽ സിഎമ്മിന് എത്രത്തോളം ഒരു ഒപ്പീനിയൻ തരാനുള്ള അധികാരമില്ല. ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാർ 2019 ഒരു കമ്പനിയുടെ മൈനിങ് ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്മേൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി CM നേരിട്ട് മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ്? ഇത് നയപരമായ തീരുമാനമല്ല. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഓൾറെഡി ഇഷ്യൂഡ് എ ഡയറക്ഷൻ. യു ആർ കമ്മിങ് ടു ദ പോയിന്റ്. കം ടു ദാറ്റ്. ഐ ലവ് ഇറ്റ്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ടൊരു മീറ്റിംഗ് വിളിച്ചൊരു പൊസിഷൻ റിവ്യൂ ചെയ്യുന്ന എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മൈനിങ് ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നിട്ട് കേരളത്തിലെ ലോ ഡിപ്പാർട്ട്മെന്റ് അത് ടെർമിനേറ്റ് ചെയ്യണമെന്ന് ഒപ്പീനിയൻ പറഞ്ഞ് അത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തിരിക്കെ ഈ കമ്പനി മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് കൊടുത്താൽ when he calls a meeting to review the decisions and he himself take a decision to send it for Advocate AG's opinion and he hold it for 4-5 years, this is the favor. ഒരു കേരളത്തിലെ ഒരു വ്യവസായ സ്ഥാപനം അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അവരൊരു അപേക്ഷ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. മുഖ്യമന്ത്രി കേരളത്തിന്റെ ഭരണത്തലവനാണ്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ എന്തെങ്കിലും തുടർ നടപടികൾ നടത്താൻ പറ്റുമോ, ആ വ്യവസായം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അടിയന്തരാവസ്ഥയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രി സ്വാതന്ത്ര്യമില്ലേ? അപ്പൊ അങ്ങനെ കണ്ടാൽ പോലെ അങ്ങനെ ചിന്തിക്കാം. അല്ല, അങ്ങനെ ചിന്തിക്കാം. അതായത് അങ്ങനെ ചിന്തിക്കാം. അദ്ദേഹം പറഞ്ഞാൽ മതി CMRLന്റെ വ്യവസായം എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് പരിശോധിച്ചാണെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വാട്ട് മൈ കേസ്. അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായി. യു ആർ ഓൺ ദ പോയിന്റ്. ദാറ്റ് ഈസ് വാട്ട് ഹി സെഡ്. പക്ഷെ അത് സ്വാഭാവികം എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു അസ്വാഭാവികമായ നടപടിയാണ്. ഒരു മുഖ്യമന്ത്രി ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, അതായത് ആ മുഖ്യമന്ത്രിയുടെ മകൾ ഈ സമയങ്ങളിലെല്ലാം ആ കമ്പനിയിൽ നിന്നും പണം പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ എൻ്റെ സ്വാഭാവികം എന്നുള്ളതിന് തൊട്ടിപ്പുറ ഒരക്ഷരം കൂടി ചേർത്ത് അസ്വാഭാവികമായ ഈ അപേക്ഷ പരിഗണിച്ചിട്ട് ആദ്യം സർക്കാർ ഇത് തള്ളുന്നു. അപേക്ഷ തള്ളി. അത് രണ്ടാമത്തെ കേസാണ് അല്ല, പിന്നീട് വീണ്ടും അവർ കോടതിയിൽ പോയി പരിഗണിക്കണമെന്ന് പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ പരിഗണിച്ചിട്ടും ആ അപേക്ഷ വീണ്ടും തള്ളി. പിന്നെ എവിടെയാണ് ഇതിനകത്ത് ഫേവർ ചെയ്തു എന്ന് പറയാൻ കഴിയുക? അവരുടെ അപേക്ഷ തള്ളി. ആ അപേക്ഷ അത് കേസ് നമ്പർ 2 ആണ്. ഐ ഹോപ്പ് ഐ മീൻ ഫസ്റ്റ് കേസ് ഇനി ആർക്കും ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? We can move to the second one. അല്ല, അത് ഞാൻ പറഞ്ഞ we can move to the second one അല്ലേ? മൈനിങ് ലീസിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാഭാവികം എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ഭാഷ പറയാം. ഐ ഫീൽ അസ്വാഭാവികം എന്നുള്ളതാണ്. ആ കമ്പനിയെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കി ആ കമ്പനിയുടെ ലീസ് സേവ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉണ്ടായിട്ടും ഹി ഇന്റർവ്യൂഡ് ആൻഡ് ട്രൈ ടു ഹെൽപ്പ് ഹിം എന്നുള്ളതാണ് ആ കേസ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഭൂപതിവ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ പ്രോജക്റ്റ് തള്ളി. ഒരു വട്ടം തള്ളി, 2 വട്ടം തള്ളി, 3-ാമത്തെ വട്ടം മുഖ്യമന്ത്രി എടുത്തു വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്തൊരു തീരുമാനം വരുന്നത്.
മറ്റേതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ പറഞ്ഞു. അതൊരു ആനുകൂല്യമാണ് ആ കമ്പനിക്ക് കിട്ടിയത്. 2 വട്ടം തള്ളിയാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം? 2 വട്ടം തള്ളിയാൽ ആ ഭൂമി ഏറ്റെടുക്കും. ആ ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കഴിയും. PV അൻവറിന് കിട്ടാത്ത ആനുകൂല്യമാണ് ശശിധരൻ കർത്തയ്ക്ക് കിട്ടുന്നത്. PV അൻവറിന് മിച്ചഭൂമി ഏറ്റെടുത്തില്ലേ? PV അൻവറിന് കിട്ടാത്ത, അതായത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ഇൻഡസ്ട്രിയൽ വകുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായ ശുപാർശ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് റിവൈസ്ഡ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. റിവൈസ്ഡ് പ്രോജക്റ്റ് എന്താണ്? ടൂറിസം റിലേറ്റഡ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ തീരുമാനമായിട്ടുണ്ടോ? തീരുമാനം അതിലേക്കാണ് വരുന്നത്. ആ പ്രോജക്റ്റ് തീരുമാനമായി. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആരാ? അതിപ്പോഴും പെൻഡിങ്ങിലല്ലേ? വെയിറ്റ്, ഞാൻ ചോദിക്കുന്നത് നമുക്ക് അങ്ങോട്ടും കൂടെ പറഞ്ഞു. നിങ്ങൾ ചോദിക്കാൻ ചോദിച്ചു ഞാൻ ഉത്തരം പറയും പോലെ നിങ്ങൾക്കും പറയാം. നിസ്സാരമായ കാര്യമല്ലേ? ടൂറിസം മന്ത്രി ആരാ? ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വീണ വിജയന്റെ ഭർത്താവാണ്. 2ാമത്തെ പ്രോജക്റ്റ് സമർപ്പിക്കുന്നത് ടൂറിസം റിലേറ്റഡ് പ്രോജക്റ്റാണ്. ടൂറിസം റിലേറ്റഡ് പ്രോജക്റ്റ് പരിഗണിക്കുന്ന സമയത്ത് കേവലം 5 മാസക്കാലത്തേക്ക് ഒരു കളക്ടർ അപ്പോയിന്റ് ചെയ്ത് വന്നു. ഞാനത് നിങ്ങൾ പറഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് സ്വാഭാവികം അല്ലേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണെന്ന് പറയേണ്ടി വരും. കളക്ടർ വെക്കാൻ പാടില്ലേ? മുഖ്യമന്ത്രിക്ക് കളക്ടർ മാറ്റാനുള്ള അധികാരമില്ലേ? 5 മാസത്തേക്കോ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ 1 വർഷത്തേക്കോ വേണമെങ്കിൽ സർക്കാർ പവേഴ്സ് ഉണ്ടെങ്കിൽ പവേഴ്സ് ഉണ്ട്. ഒരു കളക്ടർ അപ്പോയിന്റ് ചെയ്ത് വരുന്നു. ആ കളക്ടറുടെ കാലഘട്ടത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നോമിനിയായി വന്നയാൾ ഈ പ്രോജക്റ്റ് ഈ ജില്ലയ്ക്ക് ഗുണകരമാണ് എന്ന ഒപ്പീനിയൻ വിളിച്ച് ആ രേഖയൊന്ന് കൊടുത്തു. ഒന്നും എടുക്കാം. ഇതിൻ്റെ ഇതുണ്ട് സ്റ്റാർ നമ്പർ 4 അത് ഞാൻ വായിക്കാൻ മനസ്സിലായി. രഘുരാജല്ല, KSIDCയുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി പറയുന്നു ഈ പ്രോജക്റ്റ് ഈ ജില്ലയ്ക്ക് ഗുണകരമാണെന്ന് പറയും. ടൂറിസം സെക്രട്ടറി ആ ജില്ലാ ടൂറിസം അതിന്റെ കമ്മിറ്റിയിലിട്ട് ടൂറിസത്തിന്റെ അംഗമാണ്. അവരുടെ ഒപ്പീനിയൻ അനുകൂലമായിട്ട് വരും. ബാക്കി രഘുരാജും സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടി പറയുന്നു നല്ല പ്രോജക്റ്റാണ്, കുഴപ്പമില്ല, ഓക്കെ. വളരെ നിങ്ങളത് പരിശോധിക്കണം. വിചിത്രമായ ഉത്തരവ്. അങ്ങനെ ആ സ്ഥലത്തിന് എക്സംഷൻ നൽകാൻ വേണ്ടി ആ കമ്മിറ്റി ശുപാർശ ചെയ്യും. ഈസ് ഇറ്റ് എ ഫേവർ ഓർ നോട്ട്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വിലയിരുത്താവുന്നുള്ളൂ. ആദ്യം മൈനിങ് ആ കമ്പനി ഒരു മൈനിങ് കമ്പനിയാണ്. മൈനിങ്ങിന് വേണ്ടി സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നമ്മൾ സമർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് കൊടുക്കണ്ടേ? PV അൻവറോട് പറയാത്തത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ തരാൻ പറയാറുണ്ട്. PV അൻവറോട് പറയാലോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫീസിബിൾ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ താ, ഞങ്ങൾക്ക് എക്സെപ്റ്റ് പറയാം. അങ്ങനെ കേരളത്തിൽ ആർക്കും ഈ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. മിച്ചഭൂമിയായിട്ട് സ്ഥലം നഷ്ടപ്പെട്ട ധാരാളം വ്യക്തികളുണ്ട്, ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. ഒരാളും ഈ ആനുകൂല്യം കിട്ടിയിട്ടില്ല. അവരുടെ പ്രോജക്റ്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കൊടുത്തതിന് ശേഷം പിന്നീട് പറയാണ് വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ താന്നു. അപ്പൊ റിവൈസ്ഡ് പ്രോജക്റ്റ് വരികയാണ്. എത്ര കാലമായി? യു ക്യാൻ ആസ്ക് എനിത്തിങ്. റെക്കമെൻഡ് ചെയ്തു ഇയാൾക്ക് എക്സംഷൻ കൊടുക്കാൻ പറയും. ആ കമ്മിറ്റിയിൽ അദ്ദേഹം എന്താണ്? 7 കമ്മിറ്റിയാണ്. കളക്ടർ ചെയർ ചെയ്യുന്ന കമ്മിറ്റിയാണ്. കളക്ടർ ചെയർ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഇത് ടൂറിസം പ്രോജക്റ്റ് ആയിട്ട് ടൂറിസത്തിന്റെ പ്രതിനിധിയുണ്ട്, അതുപോലെ KSCBയുടെ പ്രതിനിധിയുണ്ട്, KSIDCയുടെ പ്രതിനിധിയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ചേർന്നത് കുഴപ്പമില്ല, കൊള്ളാം, നല്ല സാധനമാണ്, റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡേഷനാണ് ക്രൂഷ്യൽ. ടൂറിസം വകുപ്പിലേക്കല്ല, ഗവൺമെന്റിലേക്ക്, ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അന്ന് ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? ഈ നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ശുപാർശ വന്നത്. ആ ശുപാർശ തെറ്റാണെന്നും ആ ശുപാർശ പുനഃപരിശോധിക്കാനോ ആ ശുപാർശ ക്വാഷ് ചെയ്യാനോ നിൽക്കാതെ മറ്റൊരു ഫ്ലിംസി ഗ്രൗണ്ട് പറഞ്ഞ് അത് തള്ളി. ഇവർക്ക് ലാൻഡ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേറൊരു ഫ്ലിംസി ഗ്രൗണ്ടിൽ തള്ളി. ഞാനൊരു ലോയർ ആയതുകൊണ്ട് ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ പറഞ്ഞു ദാറ്റ് ഈസ് ടു ഹെൽപ് ദം. അവർ ഹൈക്കോടതി ചലഞ്ച് ചെയ്യും. ഏത് ജഡ്ജിക്കും അത് ക്വാഷ് ചെയ്ത് പറ്റത്തും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജഡ്ജി അത് ക്വാഷ് ചെയ്യും. അവസരം നൽകി സ്വാഭാവികമായിട്ട് ക്വാഷ് ചെയ്തു. രണ്ടാമത് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞു. വീണ്ടും പരിഗണിച്ച് തള്ളി. അപ്പോഴും ഈ ശുപാർശ നിലനിൽക്കുകയാണ്. ഈ ശുപാർശ നിലനിൽക്കുന്നിടത്തോളം കാലം the land will be safe with
ജില്ലാ സമിതിയുടെ ശുപാർശ. ഞാൻ എൻ്റെ അഗെയിൻ സ്വാഭാവികമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രേണു രാജിനെ അപ്പോയിന്റ് ചെയ്ത് ഈ ശുപാർശ നൽകി 2 മാസം കഴിഞ്ഞപ്പോൾ അവരെ മാറ്റി അവരുടെ ഭർത്താവിനെയാണ് അവിടെ കളക്ടറായിട്ട് വെച്ചത്. ഹൈലി കോൺട്രവേഴ്സ്യലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് പറഞ്ഞു. 1 മാസത്തിനകത്ത് മാറ്റേണ്ട വന്നു. ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിൽ, പക്ഷേ ഐ ഫീൽ ദർ ഇസ് അസ്വാഭാവികമായിട്ടാണ് ഇതൊക്കെ നടന്നത്. മൂന്നാമത്തെ ഈ രണ്ടാമത്തെ കേസ് ക്ലിയർ ആണെങ്കിൽ വി ക്യാൻ മൂവ് ടു ദ തേർഡ് കേസ്. അതെ, അദ്ദേഹത്തിന്റെ പേരെഞ്ച ആദ്യം സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് പാസ്സാകാതെ വന്നപ്പോൾ ആദ്യം സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് അല്ലാതെ മറ്റു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേ ഓപ്റ്റഡ് ഫോർ എ പ്രോജക്റ്റ് അണ്ടർ ടൂറിസം. വളരെ വിചിത്രമായിട്ട് ടൂറിസം വകുപ്പിന്റെ പ്രതിനിധി, ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത പ്രതിനിധി ഈ പ്രോജക്റ്റിനെ അനുകൂലിച്ച് റെക്കമെൻഡ് ചെയ്യും. അതാണ് അതിൻ്റെ നടന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഈ ശുപാർശ കൊടുക്കുന്ന സമയത്ത് ടൂറിസം മന്ത്രിയുടെ ഭാര്യ ഈ കമ്പനിയിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടിരിക്കുക. എഗെയിൻ ഇപ്പം സ്വാഭാവികമല്ലെന്ന് ചോദിച്ചാൽ ഐ കാനോട്ട് സേ എനിത്തിങ്. അസ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയാം. അതായത് ഈ CMRL കമ്പനിയുടെ സിസ്റ്റർ കൺസേണായ KREML അളവിൽ കൂടുതലുള്ള സ്ഥലം വാങ്ങും, കയ്യിൽ വെക്കുന്നു. അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കെതിരെ മിച്ചഭൂമി കേസ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മിച്ചഭൂമി ഇളവ് തരണമെന്ന് പറഞ്ഞ് ആദ്യം മൈനിങ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വ്യാവസായിക ആവശ്യത്തിനുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞ് പ്രോജക്റ്റ് സമർപ്പിക്കുന്നു. ജില്ലാ സമിതി ശുപാർശ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ജില്ലാ സമിതി ശുപാർശ ചെയ്യാൻ തയ്യാറാവാതിരുന്നപ്പോൾ ആ കളക്ടർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടായി. അത് വേണമെങ്കിൽ നിങ്ങൾ ബാക്ക് ഫയൽസ് പോയി പരിശോധിച്ചാൽ അറിയാം. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ശുപാർശ ചെയ്യാതെ മുകളിലേക്ക് വിട്ടു. നിങ്ങൾ മുകളിൽ തീരുമാനങ്ങൾ എടുക്കണം, എടുത്തോ. നിങ്ങൾക്ക് കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് അവർ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവരത് തള്ളി വീണ്ടും കമ്പനി റിവ്യൂ കൊടുത്തു. വീണ്ടും അത് തള്ളി. അന്നേരം അവർ മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇത് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞു. അന്നേരം പുതിയൊരു ഓപ്ഷൻ അവർക്ക് കിട്ടി. നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ലാൻഡ് ബോർഡ് സെക്രട്ടറി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് വല്ലതും ഉണ്ട്. പുതിയ പ്രോജക്റ്റ് മൈനിങ് പ്രോജക്റ്റ് വിട്ടിട്ട് ആ കമ്പനി ടൂറിസം പ്രോജക്റ്റിലേക്ക് പോയി. ആ ടൂറിസം പ്രോജക്റ്റിന്റെ അപേക്ഷ കൊടുത്തു. പുതിയ കളക്ടർ വന്നു, പുതിയ സമിതി രൂപീകരിച്ചു. ആ സമിതിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധിയുണ്ട്. ആ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി ഈ കമ്പനിക്ക് അനുകൂലമായി ഈ മിച്ചഭൂമിയിൽ ഈ ഭൂമിക്ക് ഇളവ് നൽകണം, ഈ പ്രോജക്റ്റ് ഈ ജില്ലയ്ക്ക് ഗുണകരമാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ ടൂറിസം മന്ത്രിയുടെ ഭാര്യ ഈ കമ്പനിയിൽ നിന്നും പണം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ടൂറിസം മന്ത്രി ഈ പറയുന്ന സർക്കാർ ഏറ്റെടുക്കേണ്ട ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. സംഭവിച്ചത് ഇത്രയാണ്. അവര് റിവൈസ്ഡ് പ്രോജക്റ്റ് ടൂറിസം പ്രോജക്റ്റ് കൊടുക്കുന്നു. ആ ടൂറിസം പ്രോജക്റ്റ് വഴിവിട്ട് നിയമവിരുദ്ധമായി ആ കമ്മിറ്റിയിൽ ടൂറിസത്തിന്റെ കമ്മിറ്റി അംഗം റെക്കമെൻഡ് ചെയ്യുന്നു. ആ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ടൂറിസം മന്ത്രിയുടെ ഭാര്യ ഈ സമയത്തെല്ലാം ഈ കമ്പനിയിൽ നിന്നും പണം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് കേസ് നമ്പർ 2. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 2 തവണ തള്ളിയതിനു ശേഷമാണ് പുതിയ പ്രോജക്റ്റ്. അതിന് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തപ്പോഴാണല്ലോ പുതിയ പ്രോജക്റ്റ്. ആ അപേക്ഷ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ രീതിയിൽ. പക്ഷേ പുതിയ പ്രോജക്റ്റ് സമർപ്പിക്കാം എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ക്രൂഷ്യലായ റോൾ ഇതിന് ഈ കരിമണൽ കത്തൊക്കെ വേണ്ടി എടുത്തത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ല. അവര് തന്നെ 2 തവണ തള്ളിയ കേസ് പുതിയ പ്രോജക്ട് നിങ്ങൾക്ക് സമർപ്പിക്കാം എന്ന് പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താ? ഞാൻ പറയുന്നത് ഇത് ഗവൺമെന്റ് ഈസ് വിത്ത് ദം. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റോൾ ഒരു മന്ത്രിസഭ മുഴുവനായിട്ട് ഇതിനു വേണ്ടി CM drives the case. ടൂറിസം ഡിപ്പാർട്ട്മെന്റും CM-ഉം പോലെയല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറാണ്. അതെ, അവര് ട്രാൻസ്ഫർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ why you gave an option ഉള്ള റവന്യൂ ട്രാൻസ്ഫർ ചെയ്താണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഇവർ കൂടി ഇൻവോൾവ് ആയിട്ടാണ് ഈ പ്രൊജക്ട്. അല്ല, പിന്നെ രണ്ടാമത് ഫ്ലിംസി ഗ്രൗണ്ടിൽ തള്ളുന്ന ആർക്കാണ് മനസ്സിലാവാത്തത്? അതുമാത്രമല്ല, ആ ശുപാർശ വന്നപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തള്ളിന്ന് വരുത്തുകയും വേണം, മുഖം രക്ഷിക്കുകയും വേണം, ആൾക്ക് ഗുണം കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ട് കോടതി പോകാനുള്ള അവസരം കൊടുത്ത് കോടതി കോഷ് ചെയ്ത് മേടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും അറിയാലോ, ഞങ്ങൾ ചെയ്യാനുള്ള ചെയ്തു, ഞങ്ങൾ തള്ളിയിട്ടും കോടതി കോഷ് എന്ന് പറയാം. ക്യാൻ വി മൂവ് ടു കേസ് നമ്പർ 3? ഇതിനകത്തിപ്പോ ഈ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം ടൂറിസം പദ്ധതി സമർപ്പിച്ചെന്നാണ് താങ്കൾ പറയുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം ഒരു ടൂറിസം പദ്ധതി CMRൽ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് മറ്റേ ടൂറിസം മന്ത്രിയുടെ ഇടപെടൽ? ടൂറിസം മന്ത്രിയുടെ ടൂറിസത്തിന്റെ പ്രതിനിധി ആ കമ്മിറ്റിയിലുണ്ട്. അല്ല, ഇതുവരെ പറയാത്തൊരു പേരാണ് മന്ത്രി ഇടപെട്ടു എന്നുള്ളതിന് എന്ത് രേഖകൾ അല്ലെങ്കിൽ തെളിവ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞത് ക്ലിയർ ഇല്ല. ഞാൻ ഇല്ല, എനിക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് ആദ്യത്തെ പ്രോജക്റ്റ് 2 വട്ടം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിവൈസ്ഡ് പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ദേ ഓപ്റ്റഡ് ഫോർ എ ടൂറിസം പ്രോജക്റ്റ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി ആ കമ്മിറ്റിയിൽ ആ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടൂറിസം മിനിസ്റ്ററുടെ വൈഫ് ഈ കമ്പനിയിൽ നിന്നും പണം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞു. ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടെന്നല്ല നിങ്ങൾ പറയാം, ഉണ്ടോ ഇല്ലയോ എന്നല്ല ചോദിക്കണേ. ദാറ്റ് ഈസ് വേർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് റിക്വയർഡ്. ഇത്രയും സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പറയാം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ഐ ലീവ് ഇറ്റ് ടു ജനം തീരുമാനിക്കട്ടെ ഞാൻ പറയും. ഇത്രയും രേഖകൾ കൊടുത്തിട്ടും മാധ്യമപ്രവർത്തകരുടെ ആരോപണം കോടതിക്ക് കോടതി ബോർഡർ വരുന്നല്ലോ. ദാറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കോടതിയിൽ നിന്ന് ചോദിച്ച തെളിവ് എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് കോടതിയിൽ ഉണ്ടായിരുന്നില്ല, വെറുതെ ആരെയും പറഞ്ഞിട്ടുള്ളൂ പറയാം. കോടതി പരിശോധിക്കട്ടെ. കോടതി പരിശോധിക്കുന്ന സമയത്താണ് പറഞ്ഞത് കോടതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയുമായി. അല്ല, ഞാൻ ഈ തെളിവുകൾ ഞാൻ പറഞ്ഞത് കോടതി ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ഇവാലുവേറ്റ് ചെയ്യും, പൊതുജനവും ഇവാലുവേറ്റ് ചെയ്യട്ടെ. ഈ തെളിവുകളുടെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. അത് വേണം, അത് വേണ്ടി വരും. കോടതി ഇവാലുവേറ്റ് ചെയ്ത് വെയിറ്റ്, നമുക്ക് ധൃതി പിടിക്കണ്ട. ക്യാൻ വി മൂവ് ടു തേർഡ് കേസ്? സെക്കൻഡ് ഈസ് ക്ലിയർ. തേർഡ് കേസിന് ഡൗട്ട് ഉണ്ടെന്നെങ്കിലും തേർഡ് കേസ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണലെടുക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അത് 2 വർഷക്കാലം നിരന്തരം അവിടെ നിന്ന് മണ്ണെടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ മണ്ണെടുത്തു. ആ എഗ്രിമെന്റ് വെച്ച സമയത്ത് ഈ മഴക്കാലം വന്ന് മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എടുക്കണം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി? അവിടുത്തെ വെള്ളപ്പൊക്കമായിരുന്നു പ്രശ്നമെങ്കിൽ മണ്ണിനെ പ്രതി ആർക്കായിരുന്നു ഇത്ര താല്പര്യം വെപ്രാളം എന്നതാണ്. അതും ഈ കമ്പനി ഞങ്ങൾക്ക് ഇലിമിനേറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവൈലബിൾ ആക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് തേർഡ് കേസ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിൽ ആദ്യമായിട്ട്. അതിന് മുമ്പേ പൊഴി മുറിക്കും, മണ്ണ് പോകും. പൊഴി മുറിച്ചാൽ മണ്ണെല്ലാം കൂടി കടലിലേക്ക് പോകും, തുറക്കും, വെള്ളം ഒഴുകി പോകും. പക്ഷെ ഇത് മണ്ണെടുക്കും. അതാണ് അവർ പറഞ്ഞ മണ്ണ് പോരെന്ന് പറയാൻ കാരണം. പക്ഷേ 2015 ഒരു ഉത്തരവ് പ്രകാരം PJ ജോസഫ് ഇറിഗേഷൻ മന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് IRLന് മണലെടുക്കാൻ കൊടുത്തതിന്റെ രേഖകളുണ്ട്. അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഇറങ്ങി. അല്ല, ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പർവ്യൂലാണ്. അല്ല, പർവ്യൂ ഏതാണെന്നല്ല, പക്ഷെ അവിടെ അതിന് മുമ്പും മണലെടുപ്പ് നടന്നിട്ടുണ്ട്. താങ്കൾ പറയുന്നതനുസരിച്ച് പുഴ മുറിച്ച് കടലിലേക്ക് വിടുക ചെയ്തു. അതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ. 2009-15 ഉമ്മൻചാണ്ടിയും PJ ജോസഫും ഒപ്പുവെച്ച ഓർഡർ പ്രകാരം ഈ മണലെടുപ്പിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ശ്രീരാമകൃഷ്ണനെ അവിടെ കളക്ടറാക്കിയത് ഈ പദ്ധതി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഇതിനെ അനുമതി നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വേണുരാജൻ മാറിയപ്പോ ശ്രീരാം വെങ്കട്ടരാമൻ കളക്ടറായിട്ട് വന്നു. വളരെ കോൺട്രവേഴ്സ്യലായ സമയത്തായിരുന്നു. വിതിൻ 1 month പുള്ളി മാറ്റേണ്ട വന്നു. ആ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് നേരത്തെ ഒരു അലിഗേഷൻ ആയിട്ട് ഉന്നയിക്കാത്ത മതിയായ തെളിവുകളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ്. മതിയായ തെളിവുണ്ട്. നിയമം നടന്നതിന്റെ ഇതല്ലേ ഇരിക്കുന്നത്. ഇനി തെളിവിന് കളക്ടർ രേണുരാജ്
എത്ര നാളിരുന്നു? ഷീ വാസ് ദർ ഫ്രം 3 to 7. 4 മാസമാണ് രേണുരാജിരുന്നത്. അതിന് പിന്നാലെ ശ്രീറാം വെങ്കട്ടരാമൻ വാസ് അപ്പോയിന്റഡ് on 26/7 up to 28. ഒരു മാസം. ഐ തിങ്ക് വൺ മോർ തിങ് ഐ ഷുഡ് സേ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇത്രയും ആംപിൾ എവിഡൻസും ഇത്രയും കാര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഇതിന്റെ കോപ്പി എടുത്തില്ലായിരുന്നു. അത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മാസപ്പടി കേസിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മാസപ്പടി കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി CPM BJPയുമായിട്ട് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ഈ കേസിന്റെ പിന്നാലെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്ന എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന മെറ്റീരിയലിന്റെ 10 ഇരട്ടി എവിഡൻസ് ആൻഡ് മെറ്റീരിയൽ മാസപ്പടി കേസിൽ അവൈലബിൾ ആയിരുന്നിട്ടും കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാട് പിണറായി വിജയനെ സേവ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതേ വേദിയിൽ പത്രസമ്മേളനം നടത്തി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ സീറ്റ് ഓഫ് CM അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി എന്ന്. നരേന്ദ്രമോദിയുടെ ഔദാര്യത്തിൽ മാത്രമാണ് പിണറായി വിജയൻ ആ കസേരയിൽ തുടരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോ പച്ചയായ സത്യം പോലെ EP ജയരാജന്റെ വാർത്ത നമ്മൾ കണ്ടില്ലേ? There is a deep deal between CPM and BJP. No doubt. കേരളത്തിലെ ജനങ്ങളെ, സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ, സഖാക്കളെ ഇവര് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുമായിട്ടുള്ള EP ജയരാജൻ എന്തിനാണ് നിങ്ങൾ വെറുതെ സ്കേപ്പ് ബോട്ട് ആക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് CPM ഇത്രയും വലിയ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയ, ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് EP ജയരാജനെ നടപടിയെടുക്കാൻ കഴിയാത്തത്? EPക്ക് വേണ്ടി ആയിരുന്നില്ല. എവറിത്തിങ് വാസ് ഫോർ CM. നോ ഡൗട്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന മെറ്റീരിയലിന്റെ 10 ഇരട്ടി മെറ്റീരിയൽ എവിഡൻസ് ഈ മാസപ്പടി കേസിൽ അവൈലബിൾ ആയിട്ടും കേന്ദ്ര സർക്കാർ ചലിക്കാത്തതിന് പിന്നിൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ഏജൻസികളും ചലിക്കാത്തതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ദർ ഇസ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ BJP ആൻഡ് CPM. കൊടുക്കലുമാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു EP ജയരാജൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ CPMന് ചെറുവിരലനക്കാൻ കഴിയാതെ ഇത്രയും. കാരണം CPM ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് മുഴുവൻ ഞങ്ങൾ സംഘപരിവാറിനെതിരെ, ഞങ്ങൾ BJPക്കെതിരെ, ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ, കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങളാണുള്ളത്, ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന നറേറ്റീവ് ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞടുങ്ങി വീഴുന്ന സംഭവം ഉണ്ടായത്. അതിന് കാരണക്കാരനായ EP ജയരാജനെതിരെ ചെറുവിരലനക്കാൻ CPMന് കഴിയാത്തതിന് കാരണം ദിസ് ഹോൾ അണ്ടർസ്റ്റാൻഡിംഗ് വാസ് ഫോർ CM പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് BJP ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് അയക്കാൻ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പാസ്റ്റ് ഉണ്ടാകുന്ന പ്രതീതിയൊക്കെ സൃഷ്ടിച്ചു. പൊതുജനത്തെ, സാമാന്യ ജനത്തെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിഡ്ഢികളാക്കുന്ന ഒരു നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ CPMന്റെ അണികൾ, സാധാരണ സഖാക്കളെ പോലും ഇവരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് CM-നെ അറസ്റ്റ് ചെയ്തില്ല? ഈ കേരള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, കേരള മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. കേരള മുഖ്യമന്ത്രിക്കെതിരെ കേസാണ്. അല്ല, മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞു. ഈ കേസിൽ മാസപ്പടി പൈസ മേടിച്ച് വീണാ വിജയനല്ലേ? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലും എത്രയോ മെറ്റീരിയൽ എവിഡൻസ് ഈ കാര്യത്തിലുണ്ട്. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്നും മനസ്സിലായി. വീണാ വിജയൻ പൈസ മേടിച്ചോ? എനിക്കറിയില്ല. That's very poor. That's what you stand. ഞാൻ പറയുന്നത് that is where you stand. വീണാ വിജയൻ പൈസ മേടിച്ചു, അതെനിക്കറിയാം. സോ അതവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇരിക്കട്ടെ. വീണ ഓക്കെ, ഇതാണ് ഇന്നത്തെ CPM നറേറ്റീവ്. അതായത് വീണാ വിജയൻ പൈസ മേടിച്ചു, അതവിടെ ഇരിക്കട്ടെ. അത് പിണറായി വിജയനും കുടുംബവും മേടിച്ചതും ചെയ്തതല്ല, അവിടെ ഇരിക്കട്ടെ. ബാക്കി സഹാക്കളും അവിടെ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ. അത് ആ നെറേറ്റീവ് ആണ് നടക്കാത്തത്. അതാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. വീണാ വിജയൻ പൈസ മേടിച്ച് അതവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ്.
എങ്ങനെ പറയാൻ പറ്റും? ഈ ശശിധരൻ കറുത്ത കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിക്കും റിയാസിനും അതുപോലെ തന്നെ മകൾക്കും ഒക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പൈസയുടെ ലാഭം സർക്കാരിന്റെ ഒരു ഉത്തരവിന്റെ ഭാഗമായി കറുത്ത കിട്ടിയിട്ടുണ്ടോ? കർത്തവിന്റെ ഈ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് നടക്കുന്നുണ്ട്. ഒരു ബിസിനസ് നടന്നിട്ടില്ലല്ലോ. ബിസിനസ് ഇപ്പൊ ടൂറിസം വകുപ്പിന്റെ പദ്ധതി അപ്രൂവൽ കൊടുത്തിട്ടില്ല, കരിമണൽ ഖനനത്തിന് അപ്രൂവൽ ഇല്ല. പിന്നെ എന്ത് ലാഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ വീണ വിജയനും മുഖ്യമന്ത്രിക്കും കർത്ത വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, കഴിഞ്ഞ 2 വർഷമാണ് CMRL ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാരണം കഴിഞ്ഞ 2 വർഷക്കാലം അവർക്ക് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യേണ്ട വന്നില്ല എന്നുള്ളത്. ലോക്കലി അവൈലബിൾ ആയിരുന്നുകൊണ്ടാണ് ലാഭം വർദ്ധിച്ചത്. ആ ലോക്കലി അവൈലബിൾ ആവാനുള്ള കാരണം ഈ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനമാണ്. മനസ്സിലായോ? ക്ലിയർ? ഡൺ? ഷുവർ? ഓക്കെ. ഈ റവന്യൂ മിനിസ്റ്റർ അറിവുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞു. ഈ മാസപ്പടി വീണ വിജയൻ വാങ്ങിച്ചതിന്റെ ഒരു അറിവ് രാജ്യ മിനിസ്റ്റർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മാസപ്പടി വാങ്ങിച്ചൊന്നുമല്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികളും CMRLനെ ഫേവർ ചെയ്യുന്നതായി തന്നെയാണ്. നോ ഡൗട്ട്. റവന്യൂ മിനിസ്റ്ററുടെ ഫുൾ അറിവോടുകൂടിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ഐ ക്യാൻ സേ ദാറ്റ്. When I say anyone personally, I should have the documents, I should have the evidence. That all need to be inquired. ഈ സ്ഥലത്തിന് യോജിച്ചതാണെന്ന് കമ്മിറ്റി അംഗങ്ങളായ KSIDC തിരുവനന്തപുരം, ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം ആലപ്പുഴ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSCB ഹരിപ്പാട്, ജില്ലാ മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവർ അഭിപ്രായപ്പെട്ടു. അതാണ് അവരുടെ റെക്കമെൻഡേഷൻ വരുന്നതിനുള്ള കാരണം. സോ ദിസ് ഇസ് ദ തിങ്. ദിസ് ഇസ് എ വെരി ക്രൂഷ്യൽ ഡോക്യുമെന്റ്. സ്റ്റാർ 6ന്റെ കോപ്പി കിട്ടിയോ? ഇതൊന്ന് കൊടുത്തു. കോപ്പി കൊടുക്കാതെ അത് കൊടുത്തല്ലോ, എനിക്കറിയാം.